സ്വർഗത്തിൽ പോവുക എന്നത് ഭക്തൻ്റെ ജീവിത നിയോഗമാണ്. നമ്മൾ വിവരിക്കുന്ന സ്വർഗം ദൈവസാന്നിധ്യമുള്ള ഇടം തന്നെയാണ്. നമ്മളെല്ലാം അവിടെ പോകാനിരിക്കുന്നവരാണ്. അതേ വർണ്ണിക്കുന്ന നല്ല പാട്ടുകളൊക്കെ ഈ കുഞ്ഞുങ്ങൾ പാടാറുണ്ട്. സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന നല്ല നല്ല പാട്ടുകൾ, ചില ഭാവനകളൊക്കെ അതിലുണ്ടെങ്കിലും ആകെ കൂടി പാട്ടുകളെടുത്താൽ ഈ പ്രത്യാശാ ഗാനങ്ങളെല്ലാം തന്നെ ഭംഗിയുള്ളതാണ്. ഒന്നാം തരം ലിറിക്സാണ്. അതിലൊരു പാട്ടും ഒഴിവാക്കാൻ വയ്യ. നമ്മളൊക്കെ അത് മരണസ്ഥലത്താണ് പാടുന്നത് എന്നൊരു പ്രശ്നമുള്ളൂ. മരണസ്ഥലത്ത് പാടുന്ന പാട്ട് പോലും മരണത്തിനായി എഴുതിയതല്ല, അത് നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ മുൻനിർത്തി എഴുതിയ പാട്ടുകളാണ്. ഈ പാട്ടിൽ ഒത്തിരി ഭാവനകളുണ്ട്. പൊന്മണി മാലയവൻ എനിക്ക് തരും, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രയോഗങ്ങളുണ്ട്. അത് ഭക്തൻ്റെ ഒരു ആനന്ദത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യമാണ്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് സ്തോത്രം. ഒരുപക്ഷെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒക്കെ അതാണ് പ്രകടിപ്പിക്കുന്നത്. നിത്യതയെക്കുറിച്ചുള്ള ആ ബോധ്യത്തിൽ ബൈബിളിലുള്ള ചില കാര്യങ്ങൾ തന്നെ നമ്മൾ പറയാറുണ്ട്. അതിലൊന്നാണ് നമുക്ക് നാം ചെയ്തെടുത്ത പ്രവൃത്തിയുടെ പരിണിത ഫലമായിട്ട് കിരീടങ്ങൾ കിട്ടുക എന്നത്. കിരീട വർണ്ണന നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വർഗീയ വർണ്ണന ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. തങ്കത്തെരുവീഥിയെപ്പറ്റി, അവിടുത്തെ മനോഹരമായ നീരൊഴുക്കിനെപ്പറ്റി, പളുങ്ക് കടലിനെപ്പറ്റി, നദിക്കക്കരെ ഇക്കരയും അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെപ്പറ്റി, ജീവവൃക്ഷത്തെപ്പറ്റി, മറഞ്ഞിരിക്കുന്ന മണ്ണയെപ്പറ്റി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ സത്യം പറയാമല്ലോ, എനിക്കിതൊന്നും വലിയൊരു ആവേശമായിട്ട് തോന്നിയിട്ടില്ല. മറഞ്ഞിരിക്കുന്ന മന്ന ഒന്ന് ഭക്ഷിക്കാം, അതിനാണോ സ്വർഗത്തിൽ പോകുന്നത് ചോദിച്ചാൽ ഞാൻ പറയും അതൊന്നുമല്ല, അതൊരു ചെറിയ കാര്യമാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ നല്ല ഫുഡ് കിട്ടും, പക്ഷേ ആ ഫുഡിന് വേണ്ടി ആരും ഫ്ലൈറ്റേ കയറില്ല. അത് കയറുമോ? അതിൽ നിന്ന് അത്രയും പൈസ കൊടുക്കാതെ ഇവിടെ വേറെ കിട്ടുമോ? അതാ കാര്യം. അപ്പോൾ സ്വർഗമെന്ന് പറയുന്നത് ഈ മറഞ്ഞിരിക്കുന്ന മന്നയോ തങ്കത്തെരുവീഥികളോ അങ്ങനെയുള്ള കാര്യങ്ങളാണോ? ഞാനതുകൊണ്ട് അല്പം കാര്യവും അല്പം തമാശയായിട്ടൊരു വിഷയം പറയാം, നിങ്ങളൊന്നും ഓർക്കരുത്. ഈ ഞാൻ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി കിരീടം കിട്ടാൻ വേണ്ടിയല്ല. എനിക്ക് ഒരു കിരീടവും കിട്ടിയില്ലെങ്കിലും പ്രശ്നമുള്ള ഒരാളല്ല. വിഷമായോ? നിങ്ങൾക്ക് കിരീടമാകാമെന്നേ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഒത്തിരി കിരീടം കിട്ടുക എന്നൊരു അജണ്ട എനിക്കില്ല. ഒരു കിരീടവും കിട്ടിയില്ലെങ്കിലും എനിക്കതിലൊരു പരാതിയില്ല. പിന്നെ നിങ്ങളെല്ലാം ഓരോ കിരീടം വെച്ചുകൊണ്ട് നടക്കുമ്പോൾ പഴയത് വല്ലതും കൊണ്ടുവരണം നമുക്കും കിട്ടിയാൽ അവിടെ കാണുമല്ലോ, ആരെങ്കിലുമൊക്കെ വെച്ച് പഴകിയ വല്ല സാധനമുണ്ടേ എല്ലാവരും വെക്കുമ്പോൾ ഒരു യൂണിഫോം എന്ന നിലയിൽ നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ തിരക്കേടില്ല. അതിനപ്പുറത്തൊരു വലിയ മോഹമൊന്നും ഈ കിരീടത്തെ പറ്റിയില്ല. അതിന് കാരണമുണ്ട്. അതിന് കാരണം ഈ സ്വർഗത്തിൽ പോകാനുള്ള നമ്മുടെ ആഗ്രഹം, എന്നെ ത്രസിപ്പിക്കുന്ന ആവേശം ഈ കിരീടമല്ല. ആ കാരണം പറയാം. നമ്മുടെ ആളുകളൊക്കെ ഈ ഗൾഫിലൊക്കെ പോയിട്ട് ഒരല്പസ്വല്പം സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടിട്ട് 25 കൊല്ലത്തിലധികം ആയിട്ടില്ല. കാരണം പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വന്നത് ഇപ്പോഴാണ്. മുമ്പുള്ള ജോലിയൊക്കെ വലിയ കട്ടിയായിരുന്നു, ഭയങ്കര കട്ടിപ്പണി, മാൻ പവർ ഉപയോഗിച്ചുള്ള ആ പണി നമ്മൾ ചെയ്തേ. അപ്പോൾ ഇത് വലിയ കട്ടിയാണ്. നാണയത്തിന് മൂല്യമുള്ളത് കൊണ്ട് അവിടെ പോയി ഇങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെയാണ് നമ്മളെ പൂർവികരൊക്കെ വളർത്തിയത്. അത് കുറഞ്ഞൊരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, വലിയൊരു കാര്യമായിട്ടാണ്. എന്നാൽ ഈ 2-3 വർഷം കഴിഞ്ഞൊക്കെ 4 കൊല്ലമൊക്കെ കഴിഞ്ഞ് ആണ് ഈ ആൾ വരുന്നത്. ഇപ്പോഴത്തെ പോലെ പെട്ടെന്നൊന്നും വരവ് നടക്കുകയില്ല, കപ്പലിലൊക്കെ പോയി വരണം. ആ കാലത്ത് നമ്മുടെ പപ്പ അല്ലെ നമ്മുടെ പ്രിയപ്പെട്ടവൻ ഭർത്താവ് ഈ വരുന്ന സമയത്ത് ആൾ നല്ല സുമുഖനായി സുന്ദരനായി പെർഫ്യൂമൊക്കെ അടിച്ച് അത്രയൊക്കെ പൂശി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ സന്തോഷത്തിലാണ്. നമ്മുടെ ദുഃഖം ഒരു 2-3 ആഴ്ച അല്ലെ 2 മാസം കഴിഞ്ഞ് വീണ്ടും പോകണം ആൾ വീണ്ടും പോവാണ്. അപ്പോൾ ഈ വരവ് വന്നപ്പോഴേ നാട്ടുകാർക്ക് വേണ്ടെല്ലാം കൊണ്ടുവന്നു, വീട്ടിൽ വേണ്ട കൊണ്ടുവന്നു. 2ാം ഘട്ടം നമ്മൾ ഈ മനുഷ്യന് കത്തെഴുതാൻ തുടങ്ങി. ഇനി വരുമ്പോൾ ഇന്ന വസ്തു കൊണ്ടുവരണം, ഇന്ന കാര്യം കൊണ്ടുവരണം. ഇവിടെ വന്നപ്പോഴേ പറഞ്ഞാൽ വിട്ടെ, ഇന്ന വസ്തു കൊണ്ടുവരണം. അതൊക്കെ കൂട്ടുകാരൻ അയൽക്കാരനാണ്. അയാൾ പറഞ്ഞു, നീ ഇനിയും വരുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടാത്ത 1-2 സാധനം ഉണ്ട്, അതിൻ്റെ ലിസ്റ്റ് കൊടുത്തു, അത് കൊണ്ടുവരാം. അപ്പൻ പറഞ്ഞു, നമുക്ക് ഈ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു തെങ്ങും തോട്ടമുണ്ട്, അത് വാങ്ങണം. അതിനു വേണ്ടി പൈസയൊന്നും കളയരുത്, എൻ്റെ ചെറുപ്പം മുതലുള്ളൊരാഗ്രഹമാണ്, അത് വാങ്ങണം. നീ അതിൻ്റെ കാശൊന്നും കളയരുത്, കുറേ പൈസ ഞാനും ഉണ്ടാക്കാം, അത് കൊണ്ടുവരണം. അപ്പൻ്റെ മുമ്പിൽ പുള്ളി മൂളി. വലിയ മോൻ പറഞ്ഞു,
പപ്പ വലിയൊരു ആഗ്രഹം ഒരു ബൈക്ക് മേടിക്കണമെന്ന്. ബൈക്കല്ല, പണ്ടൊക്കെ ചേതക്കിൻ്റെ സ്കൂട്ടർ, അതൊക്കെ നോക്കി കണ്ടു അതൊക്കെ പോകുക കഴിയുള്ളൂ. SD പഴയ വണ്ടി അതൊക്കെയാണ് നോക്കുന്നത്. അത് പഴയ വണ്ടിയാണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. ഒരു വണ്ടി എനിക്ക് വേണം. അവൻ്റെ ന്യായമായൊരാഗ്രഹമാണ്. മോള് ഓരോന്ന് പറഞ്ഞു, അമ്മയുടെ വീതം പറഞ്ഞു. പക്ഷെങ്കിൽ ഈ ഭാര്യ മാത്രം ഒന്നും പറയുന്നില്ല. ഭാര്യ പറയാത്തതിൻ്റെ കാരണം വേറൊന്നുമില്ല, ആവശ്യമൊന്നും ഇല്ലഞ്ഞിട്ടല്ല. അവൾക്ക് ഹസ്ബൻഡിൻ്റെ പരിമിതികൾ അറിയാം, അതുകൊണ്ട് ചോദിക്കുന്നില്ല. പോയി ഒരു 4 കൊല്ലം കൂടി കഴിഞ്ഞ് അദ്ദേഹം വരിക. അപ്പം മകന് വലിയ പ്രതീക്ഷയാണ്, ബൈക്കിനുള്ളതൊക്കെ ഉണ്ട് പാപ്പയുടെ കയ്യിൽ. അപ്പൻ്റെ പ്രതീക്ഷ ഇഷ്ടം പോലെ പണമുണ്ട്. അയൽക്കാരൻ്റെ പ്രതീക്ഷ ഞാൻ പറഞ്ഞു വിട്ട ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പെങ്ങളുടെ മക്കളുണ്ട്, ജ്യേഷ്ഠൻ്റെ മക്കളുണ്ട്, ഇവർക്കെല്ലാം വേണ്ടതുണ്ട്. ഒരു കാര്യവും ചോദിക്കാത്ത ഒരാളേ ഉള്ളൂ, അത് കാന്തയാണ്, ഭാര്യ. ഒന്നും ചോദിച്ചില്ല. അതിൻ്റെ അർത്ഥം ഈ വരുന്ന പുള്ളി കാന്തയ്ക്കൊന്നും കൊടുക്കാതെ വെറും കൈയോടെ വരുമെന്നും പ്രതീക്ഷിക്കണ്ട. കാന്ത ഒന്നും പറഞ്ഞില്ലെങ്കിലും അവിടെ മനസ്സ് പഠിച്ച് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിൽ അത്യന്തം പരം ഒരു ഗിഫ്റ്റ് കാന്തൻ്റെ കയ്യിലുണ്ടെന്ന്. അത്യന്തം പരം, കാന്ത സ്വപ്നം കാണാത്തൊരു സാധനം. അതുകൊണ്ടാണ് വരുന്നേ. അങ്ങനെയല്ലേ? സ്നേഹമുള്ള ഭർത്താവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാത്തവരൊക്കെ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെയല്ല ഉദ്ദേശിച്ചത്. മനസ്സിലല്ലേ? പിന്നെ ഈ വിളിച്ചു പറയുന്നത് ഇങ്ങനെ തരണമെന്ന് പറയുന്ന സ്ത്രീകളുണ്ട്, നിങ്ങൾ ക്ഷമിച്ചേക്ക്, ഞാൻ നിങ്ങളെയല്ല ഉദ്ദേശിച്ചത്. ആ 2 കൂട്ടരും വിട്ടേക്ക്. ഈ നമ്മുടെ പ്രിയപ്പെട്ടവൻ വന്നു, കാണാൻ ചെന്നു, നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നു, ഇതൊക്കെ പൊട്ടിച്ചു, ഓരോരുത്തരും ചോദിച്ചു കൊടുത്തു, പപ്പായോട് കാര്യം പറഞ്ഞു. ഇനി അടുത്ത ഘട്ടം വരുമ്പോഴേ നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റും. ഇപ്പോൾ അഡ്വാൻസ് കൊടുക്കാം. മോനുള്ളത് കൊടുത്തു. മോൻ കൊടുത്ത പണം കൊണ്ട് അന്നേരം പോയി വണ്ടി എടുത്തു. എല്ലാവർക്കും വലിയ സന്തോഷം, മോൾക്കൊണ്ട്. എന്നിട്ടേ ഈ കാന്തയ്ക്കൊരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു. അന്നേരം അല്ല, അവരുടെ സ്വകാര്യതയിൽ, അവരുടെ മുറിയിൽ പെട്ടി തുറന്ന് ഇതെടുത്ത് കൊടുത്തപ്പോൾ പുള്ളിക്കാരി ഇതൊന്ന് നോക്കി. അങ്ങനെ വിചാരിച്ച് ഇത് കണ്ട് ഇവൾ കിടന്ന് ചാടി തുള്ളി മറിയുക. അത്ര നല്ലൊരു സാധനമാണെന്ന് വാങ്ങിയേ. ഇവിടെ ചിന്തക്കപ്പുറത്തൊന്ന് അവളിതൊന്ന് മേടിച്ചു, ഒന്ന് നോക്കി, ഒരു തുള്ളി കണ്ണീര്, ഇതങ്ങ് മാറ്റി വെച്ചിട്ട് പറയുക, എന്തിനാ ഇതൊക്കെ വാങ്ങിയേ? സത്യം അവൾ പറഞ്ഞേ, ഇതൊന്നും നമുക്ക് വേണ്ടെന്നേ. അവൾ കാത്തിരുന്നത് ഈ ഗിഫ്റ്റിനല്ല, അവൾ കാത്തിരുന്നത് കാന്തന് വേണ്ടിയാണ്. ഞാൻ അങ്ങയാണ് കാത്തിരുന്നത്. നിന്നെ കാത്താ ഞാൻ ഇരുന്നേ. അങ്ങേക്ക് എന്ത് ചെയ്തു തരാം? ഇഷ്ടപ്പെട്ട ഭക്ഷണം, നല്ലൊരു ചായ, അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്ത് നിർവൃതി അടയാൽ. ഇതാണ് കാന്തയുടെ ഇഷ്ടം. അല്ല കിരീടമൊന്നും അല്ലെന്നേ. അത് പോട്ടെ, സന്തോഷമായോ? കിരീടം കിട്ടുവാണെങ്കിൽ കിട്ടില്ല, ഇതെടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പറയണം, ദാവീദ് പറഞ്ഞ പോലെ, സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആ ഭൂമിയിൽ കിട്ടുന്ന കുറേ സന്തോഷങ്ങളോ, ഇവിടെ കിട്ടുന്ന ചില ഭൗതിക സമൃദ്ധിയോ, ഇവിടെ കിട്ടുന്ന ഏതെങ്കിലും തരത്തെ വെൽനസ് അല്ല ഭക്തൻ്റെ പ്രതീക്ഷ. ഇഹലോകത്തിലെയും പരലോകത്തിലെയും വെൽനസ് അല്ല, സ്വർഗത്തിലും നിന്നെയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. തീവ്രമായ ആ പ്രണയത്തിൻ്റെ പേരാണ് വിശ്വാസം. അഗാധമായ ആ സ്നേഹത്തിൻ്റെ പേരാണ് വിശ്വാസം. ആ സ്നേഹത്തിൻ്റെ ഉള്ളടക്കം തിരിച്ചറിഞ്ഞ അപ്പോസ്തലൻ പറയുക, ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാര്? ഒന്നിനും വേർപിരിക്കാനാവാത്ത ആ സ്നേഹബന്ധത്തിൻ്റെ ഗാഢമായ ആത്മാർത്ഥത ഹൃദയത്തിലെത്തി വാങ്ങിയ നമുക്ക് പറയാ, ഒന്നിനാലും എന്നെ വേർപിരിക്കാൻ ലുകുലകത്തിലെ ഒരു ശക്തിക്കും ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ആഴത്തിനോ മരണത്തിനോ ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ സാധിക്കില്ല.